ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കുതിക്കുകയാണ്. സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില തിങ്കളാഴ്ചയും ഗണ്യമായി ഉയരുമെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. ഭൗമരാഷ്ട്രീയ ഭീഷണികൾക്കൊപ്പം US പണപ്പെരുപ്പവും ചൈനയിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി വർദ്ധിക്കുന്നതും വില ഉയർത്തും. ഇറാൻ ഇസ്രയേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില കുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 1 പവൻ സ്വർണത്തിന് കേരളത്തിൽ 1,23,000 രൂപയായിരുന്നു വില. കഴിഞ്ഞ ദിവസം മാത്രം 5,000-ത്തിലധികം രൂപയുടെ വിലക്കയറ്റമാണ് ഒറ്റ ദിവസം കൊണ്ടുണ്ടായത്. നിലവിൽ 1 പവൻ വാങ്ങണമെങ്കിൽ നികുതി ഉൾപ്പെടെ 1,40,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. അതേസമയം സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില വരും ദിവസങ്ങളിൽ ഗണ്യമായി ഉയരുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധരും വിലയിരുത്തുന്നത്. യുദ്ധഭീതിക്കിടെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കൂടുതലായി ആശ്രയിക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഭൗമരാഷ്ട്രീയ ഭീഷണികൾക്കൊപ്പം US പണപ്പെരുപ്പവും ചൈനയിൽ നിന്നുള്ള സ്വർണ്ണ ഇറക്കുമതി വർദ്ധിക്കുന്നതുമൊക്കെ വില ഉയർത്തും. സ്വർണം $5,300 വെള്ളി $93 അടുത്തെത്തിയ സാഹചര്യത്തിൽ ഇവ യഥാക്രമം $6,000 $200 എത്തുമോ എന്നാണ് വിപണി വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. MCX ഫ്യൂച്ചറുകളിൽ 24 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 1,70,000 രൂപയും കിലോഗ്രാം വെള്ളിക്ക് 3 ലക്ഷം രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് സൂചന. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ വലിയൊരു കുതിപ്പാണ് ഉണ്ടായത്. ഫെബ്രുവരി 1-ന് 1,17,760 തുടങ്ങി മാസം അവസാനിക്കുമ്പോൾ 1,23,720 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിച്ചത്. ആഗോള സ്വർണ്ണ വിപണി, കറൻസിയിലെ വ്യതിയാനങ്ങൾ, പ്രാദേശിക ആവശ്യം, പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ എന്നിവയായിരുന്നു പ്രതിദിന വിലയെ സ്വാധീനിച്ചത്. ഫെബ്രുവരി 2-ന് വൈകിട്ട് രേഖപ്പെടുത്തിയ 1,09,920 രൂപയായിരുന്നു മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഫെബ്രുവരി 28-ന് രേഖപ്പെടുത്തിയ 1,23,720 രൂപ ഏറ്റവും ഉയർന്ന നിരക്ക്. മിക്ക ദിവസങ്ങളിലും വില 1,11,000-നും 1,18,000-നും ഇടയിലായിരുന്നു. സംഘർഷം കടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലും സ്വർണ്ണവില കുതിച്ചുയരും. നിലവിൽ 1.31 ലക്ഷമാണ് കേരളത്തിലെ റെക്കോർഡ്. ഈ കണക്ക് സ്വർണം ഭേദിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. $6,000 ഔൺസ് വില ഉയർന്നാൽ സ്വാഭാവികമായും സ്വർണ്ണവില 1,35,000-ന് മുകളിലെത്തും. അതായത് 1 പവൻ വാങ്ങണമെങ്കിൽ വില 1.5 ലക്ഷം വരെയെങ്കിലും നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.